friends, welcome back to my channel. ഇതാണ് നമ്മൾ ട്രൈ ചെയ്യാൻ പോകുന്ന സംഭവം സ്മോക്കി ഐസ്. അപ്പോൾ ഇതിൻ്റെ ഒരു വീഡിയോ ഞാൻ കണ്ടിട്ടുണ്ടായിരുന്നു. അപ്പം അവരതിനകത്ത് എഴുതിയ പോലെ തന്നെ നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. എക്സ്പെക്റ്റേഷൻസ് വേഴ്സസ് റിയാലിറ്റി. അതിന് വേണ്ടിയിട്ട് ഞാനിവിടെ എടുക്കുന്നത് ജെൽ ഐലൈനറാണ്. ഫസ്റ്റ് നമ്മൾ സാധാരണ കണ്ണെഴുതുന്നതുപോലെ തന്നെ കുറച്ച് മുകളിലോട്ട് കയറ്റി ഒന്ന് എഴുതുക. എന്നിട്ട് നമ്മുടെ കയ്യിലുള്ള ബഡ്സ് എടുത്തിട്ട് ജസ്റ്റ് അതൊന്ന് നന്നായിട്ടൊന്ന് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുക. നിങ്ങൾക്ക് കുറച്ചുകൂടെ കട്ടിക്ക് വേണമെങ്കിൽ എഴുതാം. ഞാൻ ഈ കണ്ണിൽ ജസ്റ്റ് ഇച്ചിരി കട്ടി കുറച്ചും മറ്റേ കണ്ണിൽ കുറച്ച് കട്ടി കൂട്ടിയാണ് ചെയ്ത് കാണിക്കുന്നത്. സ്മഡ്ജ് ചെയ്യുന്നതിൻ്റെ കളർ നിങ്ങൾക്ക് എത്ര വേണമെങ്കിലും ആക്കാം, അത്രയും അപ്ലൈ ചെയ്യാം നിങ്ങൾക്ക്. പിന്നെ നമ്മൾ അപ്ലൈ ചെയ്യുമ്പം തന്നെ ചില സ്മഡ്ജ് പ്രൂഫ് ആയിരിക്കും, എല്ലാം തന്നെ നമ്മൾ യൂസ് ആക്കുന്നത് ചിലർക്ക് യൂസ് ആക്കുന്നത് സ്മഡ്ജ് പ്രൂഫ് ആയിരിക്കും. അപ്പം അതവിടെ അപ്ലൈ ചെയ്ത് ഉടനെ തന്നെ നമ്മളിത് സ്മഡ്ജ് ചെയ്യാൻ തുടങ്ങണം, ഇല്ലെങ്കിൽ സ്മഡ്ജ് ചെയ്യാൻ പറ്റാണ്ടായി പോവും. ഞാൻ പിന്നെ ഈ കണ്ണിൻ്റെ ആ കോർണറിലേക്ക് ചെയ്യുന്നില്ല, കാരണം നമ്മളവിടെ സ്മഡ്ജ് ചെയ്യുമ്പോൾ ചിലപ്പോൾ അവിടെ ഭയങ്കരമായിട്ട് ബ്ലാക്കായി പോകാൻ ചാൻസ് ഉണ്ട്. അപ്പം നമ്മൾ ഒരിക്കലും അവിടെ അതേ സ്മഡ്ജ് ചെയ്യരുത്. ഇത് കണ്ടോ, ഇവിടെ വെച്ച് കുത്തി നമ്മൾ ആ സ്മഡ്ജ് ചെയ്യുന്നത് നിർത്തണം, അതിൻ്റെ മുകളിലോട്ട് പോകാൻ പാടില്ല. ഇനി ഞാൻ ആ കോർണർ തൊട്ട് ജസ്റ്റ് ഒന്ന് സ്മഡ്ജ് ചെയ്യുവാണ്, അപ്പോൾ അവിടെ ചെറിയൊരു കറുപ്പ് വരത്തുള്ളൂ. ഭയങ്കരമായിട്ട് അമർത്തി സ്മഡ്ജ് ചെയ്യാൻ പാടില്ല. ഇതിപ്പോൾ നല്ല സ്പീഡിൽ കാണിക്കുന്നതുകൊണ്ടാണ് കുറച്ച് നല്ല അമർത്തി സ്മഡ്ജ് ചെയ്യുന്ന പോലെ തോന്നുന്നത്. നമ്മുടെ അവിടുത്തെ സ്കിന്ന് ഭയങ്കര ഡെലിക്കേറ്റഡായുള്ള സ്കിന്നാണ്, അതുകൊണ്ടാണ് അങ്ങനെ പറയുന്നത്. ഇനി നമ്മൾ ജസ്റ്റ് സാധാരണ ഒന്ന് കണ്ടെഴുതുന്ന പോലെ വേണമെങ്കിൽ ഇവിടെ നിന്ന് എഴുതി കൊടുക്കാം. അപ്പം ഇതാണ് ഈ കണ്ണിൻ്റെ ഒരു ലാസ്റ്റ് ലുക്ക് എന്ന് പറയുന്നത്. അതായത് വലിയധികം ഡാർക്ക്നെസ് ഒന്നും ഇല്ലാണ്ട് നമ്മൾ ചെയ്തത്. വേണം നിങ്ങൾക്ക് ഇങ്ങനെ ചെയ്യാം. ഇനി അടുത്ത കണ്ണിൽ ഞാൻ കാണിച്ചു തരുന്നത് കുറച്ചുകൂടി ഡാർക്കായിട്ട് എങ്ങനെ ചെയ്യാമെന്നാണ്. ഇതായത് കണ്ടില്ല, ചെറിയൊരു ഡാർക്ക്നെസ്സേ ഉള്ളൂ. ഇപ്പം നമ്മൾ മറ്റേ കണ്ണ് എഴുതിയ പോലെ തന്നെ നമ്മൾ ഈ കണ്ണ് എഴുതാൻ പോവാണ്. കുറച്ചുകൂടി ഡാർക്ക്നെസ് കൂട്ടിയെന്ന് മാത്രം. എന്നിട്ട് നേരത്തെ ചെയ്ത പോലെ തന്നെ അത് സ്മഡ്ജ് ചെയ്ത് കൊടുക്കുവാണ്. അപ്പോൾ ഇത് കണ്ടില്ലേ, ഇവിടെ കുറച്ച് നന്നായിട്ട് ഡാർക്ക്നെസ് നമ്മൾ ആക്കിയിട്ടുണ്ട്. പിന്നെ ആ കോർണറിലൊക്കെ ഇങ്ങനെയൊക്കെ ജസ്റ്റ് നമ്മൾ ശരിയാക്കി കൊടുക്കുക. താഴേക്ക് എഴുതാനുള്ളത് ഒന്ന് എഴുതി എഴുതി നോക്കുക. ഇതാണ് ഫൈനലായിട്ടുള്ളത്. ഒരെണ്ണം ഡാർക്ക്നെസ് കൂടിയതും ഒരെണ്ണം കുറച്ച് ഡാർക്ക്നെസ് കുറഞ്ഞതുമാണ്. എനിക്കിതിൽ ഇഷ്ടപ്പെട്ടത് കുറച്ച് ഡാർക്ക്നെസ് കുറഞ്ഞതാണ് എനിക്കിഷ്ടപ്പെട്ടത്. അപ്പോൾ നമ്മുടെ പരീക്ഷണം എന്തായാലും അത്യാവശ്യം നന്നായിട്ട് വിജയിച്ചിട്ടുണ്ട്. ഞാൻ ആദ്യമായിട്ടാണ് ഇത് ചെയ്യുന്നത്. അപ്പം ആദ്യമായിട്ട് ചെയ്യുമ്പം വലിയ കുഴപ്പമില്ലെന്ന് എനിക്ക് തോന്നുന്നു. ഈ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, പിന്നെ ആ ബെൽ ബട്ടണും കൂടെ അമർത്തിക്കോളൂ കേട്ടോ. താങ്ക് യു.